നമസ്കാരം. സംസ്ഥാനത്തെ ലഹരി മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ വേട്ടയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എം പി കൊച്ചിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കുപ്രസിദ്ധ ക്രിമിനൽ കേസ് പ്രതികളും മുൻ ഗുണ്ടാ നേതാക്കളും കൂട്ടത്തോടെ പങ്കെടുത്തത് വലിയ വിവാദമായി മാറുകയാണ്. പുതിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെ ഇത് വഴിവെച്ചിട്ടുണ്ട്. നിരവധി അക്രമക്കേസുകളിൽ പ്രതിയായ മട്ടാഞ്ചേരി ഹാരിസ്, പ്രമാദമായ തോക്ക് കേസ് പ്രതി റിയാസ്, കൊടും ക്രിമിനൽ പുലി നസീർ, കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ മുഖ്യ പ്രതി ബിലാൽ തുടങ്ങി അധോലോക പശ്ചാത്തലമുള്ള വൻനിരയാണ് സുധാകരനൊപ്പം വേദി പങ്കിട്ടത്. ലഹരി വിരുദ്ധ യോഗത്തിന്റെ പേരിൽ അധോലോക സംഘങ്ങളെ ഒരുമിച്ച് കൂട്ടിയ കെ സുധാകരന്റെ നടപടിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ കടുത്ത അമർഷം പുകയുകയാണ്. അതേസമയം കെ സുധാകരൻ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത ഈ വിവാദ യോഗം തങ്ങളുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്ന് വ്യക്തമാക്കി എറണാകുളം DCC നേതൃത്വം അടിയന്തരമായി രംഗത്ത് വന്നു. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്ന പേരിൽ കൊച്ചിയിൽ ഇത്തരമൊരു യോഗം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് DCCക്ക് യാതൊരുവിധ മുൻകൂർ അറിയിപ്പും ലഭിച്ചിരുന്നില്ല. ക്രിമിനൽ കേസ് പ്രതികളെയും ഗുണ്ടാ നേതാക്കളെയും അണിനിരത്തി നടത്തിയ ഈ കൂട്ടായ്മയുമായി ഔദ്യോഗികമായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് എറണാകുളം DCC ഭാരവാഹികൾ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. യോഗത്തിന് മുൻപോ ശേഷമോ തങ്ങളുമായി യാതൊരു കൂടിയാലോചനയും സുധാകരൻ നടത്തിയിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ എന്നീ ലഹരി വിരുദ്ധ പരിപാടികൾക്ക് ജനകീയ പിന്തുണ ഉറപ്പാക്കുക എന്ന വ്യാജേനയാണ് കൊച്ചിയിൽ ഈ യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ പങ്കെടുത്ത കുപ്രസിദ്ധ പ്രതികളോട് സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പരിശ്രമങ്ങളുടെ ഭാഗമാകാൻ കെ സുധാകരൻ MP പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ യോഗത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും തൊട്ടു പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് കോൺഗ്രസ് വലിയ തോതിൽ പ്രതിരോധത്തിലായത്. ലഹരി വിരുദ്ധ യോഗത്തിൽ ലഹരിക്കടത്ത് ക്രിമിനൽ കേസുകളിലെ സ്ഥിരം പ്രതികൾ എങ്ങനെ മുഖ്യാതിഥികളായി എത്തിയെന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളും MP-യുമായ കെ സുധാകരൻ കൊച്ചിയിൽ പരിഭ്രാന്തി പരത്തിയ വെടിവെപ്പ് കേസ് പ്രതികൾക്കും ഗുണ്ടകൾക്കുമൊപ്പം പരസ്യമായി വേദി പങ്കിട്ടത് എന്തിനാണെന്ന ചോദ്യം പാർട്ടി അണികളിൽ നിന്നും ഉയരുന്നുണ്ട്. സംഭവം വലിയ നാണക്കേടായതോടെ ഇത് പാർട്ടി ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത യോഗം ആയിരുന്നില്ലെന്നും തികച്ചും വ്യക്തിപരമായ താൽപര്യപ്രകാരം നടന്ന അനൌദ്യോഗികമായ കൂട്ടായ്മ മാത്രമാണെന്നാണ് സുധാകരനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന ദുർബലമായ വിശദീകരണം. എന്നാൽ ഗുണ്ടാ നേതാക്കളുമായുള്ള സുധാകരന്റെ അവിശുദ്ധ ബന്ധം ആഭ്യന്തര വകുപ്പ് അതീവ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. കെ സുധാകരൻ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത ഈ വിവാദ യോഗം തങ്ങളുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ എറണാകുളം DCC നേതൃത്വം അടിയന്തരമായി രംഗത്ത് വന്നത്. എന്തായാലും സുധാകരനെതിരെ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്.